ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമുക്ക് ഇന്ന് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് 1 മൊഡ്യൂൾ 4 ഒരു പോർഷൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്നത് ഹൈവേ ഡ്രെയിനേജ് എന്നൊരു പോർഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് ഹൈവേ ഡ്രെയിനേജ് എന്ന് വെച്ചാൽ, എക്സസ് ആയിട്ടുള്ള വാട്ടർ റൈറ്റ് ഓഫ് വേ എന്ന് പറയുന്നത് റോഡിന്റെ സർഫസ് ആണ്. അത് ത്രൂ ആയിരിക്കും വെഹിക്കിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത്, രണ്ട് സൈഡിലോട്ടും. ഓക്കെ, അപ്പം അങ്ങോട്ട് എക്സസ് ആയിട്ടുള്ള സർഫസ് വാട്ടർ ആണെങ്കിലും സബ് സർഫസ് വാട്ടർ ആണെങ്കിലും എത്താത്ത രീതിയിൽ അതിനെ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുക. അതാണ് ഹൈവേ ഡ്രെയിനേജിന് മെയിൻ പർപ്പസ്. ഓക്കെ, അപ്പം ഇറ്റ് ഇൻക്ലൂഡ്സ് ഇന്റർസെപ്ഷൻ ആൻഡ് ഡൈവേർഷൻ ഓഫ് വാട്ടർ ഫ്രം ദി റോഡ് സർഫസ് അല്ലെങ്കിൽ സബ്ഗ്രേഡ്. ഓക്കെ, അപ്പം വരുന്ന വാട്ടർ വന്നിട്ടുണ്ടെങ്കിൽ ആ വാട്ടറിനെ ഡൈവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇന്റർസെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു തടസ്സമായിട്ട് അവിടെ നിന്നിട്ട് അതിനെ ഡൈവേർട്ട് ചെയ്ത് വിടുക എന്നുള്ളതാണ് നമ്മൾ ഹൈവേ ഡ്രെയിനേജിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് വെച്ചാൽ, ഒന്ന്, എക്സസ് ആയിട്ട് മോയ്സ്ചർ ഉണ്ടെങ്കിൽ സ്റ്റെബിലിറ്റീനെ ബാധിക്കും. ഓക്കെ, അതേപോലെ തന്നെ പേയ്മെന്റ് മെറ്റീരിയൽസിന്റെ സ്ട്രെങ്തിനെ അത് ബാധിക്കും. അതേപോലെ തന്നെ ഈ ബിറ്റുമിനസ് പേയ്മെന്റ് ആണ്, കോൺസ്റ്റന്റ് ആയിട്ട് വാട്ടറുമായിട്ട് കോണ്ടാക്ട് വന്നു കഴിയുമ്പോൾ ഈ ബിറ്റുമിൻ എന്ന് പറയുന്നത് നമ്മൾ ടാറ് അഗ്രിഗേറ്റുമായിട്ട് അങ്ങ് വിട്ട് സ്ട്രിപ്പായി പോകും. ഓക്കെ, അപ്പൊ അങ്ങനെ ഫെയിലിയർ ഉണ്ടാവും. അതേപോലെ തന്നെ ഷോൾഡർ പോർഷൻ ഉണ്ടല്ലോ, റോഡിന്റെ രണ്ട് സൈഡിലും ഷോൾഡേഴ്സ് കൊടുക്കും. ഷോൾഡേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പം ഇൻ കേസ് വെഹിക്കിൾ ഒന്ന് കുറച്ച് നേരത്തേക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഒരു സൈഡിലോട്ട് വണ്ടി നീക്കി നിർത്തും അല്ലെ, ആ പോർഷനെയാണ് നമ്മൾ ഷോൾഡർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പേയ്മെന്റ് എഡ്ജസ്, അവിടെയൊക്കെ ഇങ്ങനെ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വാട്ടറുമായിട്ട് ഒരു കോണ്ടാക്ട് വന്നു കഴിയുമ്പോഴേക്കും അതിലും ഡാമേജസ് ഉണ്ടാവും. ഓക്കെ, അതേപോലെ തന്നെ ക്ലേ സോയിലാണ്. ഓക്കെ, അപ്പം അവിടെ എക്സസ് ആയിട്ട് വാട്ടർ വന്നു കഴിയുമ്പോഴേക്കും സബ്ഗ്രേഡിന്റെ വോളിയത്തിൽ ചേഞ്ച് വരും. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ഹൈ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാകുമ്പോൾ എന്താണ്? വെയിറ്റ് കൂടും അല്ലെ. വെയിറ്റിൽ ഒരു ഇൻക്രീസ് വരുമ്പോഴേക്കും സ്ട്രെസ് കൂടുമ്പം അത്രയും കൂടെ സ്ട്രെസ് എടുക്കാനുള്ള സ്ട്രെങ്ത് സോയിൽ മാസിന് കാണില്ല. അപ്പൊ അങ്ങനെ ഡാമേജ് ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു അൺസർഫസ്ഡ് റോഡാണെങ്കിൽ, എന്ന് വെച്ചാൽ ബിറ്റുമിൻ ഒന്നും അല്ല, ചുമ്മാ എർത്തൻ റോഡാണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് വാട്ടറിന്റെ ഒരു ഫ്ലോ കാരണം അവിടെ നിന്ന് സോയിൽ ഇറോഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതേപോലെ കോൾഡ് റീജിയൻസിലൊക്കെ വെള്ളം സബ്ഗ്രേഡിൽ തന്നെ ഗ്രൗണ്ട് വാട്ടർ ഇങ്ങനെ വന്ന് ഒത്തിരി കിടക്കുമ്പോൾ എന്താ പറ്റുന്നത്? കോൾഡ് റീജിയൻ ആകുമ്പോൾ അവിടെ ഫ്രോസ്റ്റ് ആക്ഷൻ ഉണ്ടാവും. അപ്പൊ ഈ വാട്ടർ, ഈ സബ്ഗ്രേഡിനുള്ളിലുള്ള വാട്ടറൊക്കെ ഇങ്ങനെ ഇച്ചിരി തണുത്ത് അതൊരു ഐസ് മാതിരി ആവുമ്പോഴേക്കും എന്താണ്, പിന്നീട് അത് അതിന്റെ വോളിയം കുറയുമ്പോഴേക്കും ഷ്രിങ്കേജും, അപ്പം അങ്ങനെ റോഡ് സർഫേസിൽ ഷ്രിങ്കേജും സ്വെല്ലിംഗ് കാരണം റോഡിൽ ഫെയിലിയർ അല്ലെങ്കിൽ ഡാമേജ്, ക്രാക്ക് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ റീസൺസ് എല്ലാം കൊണ്ടാണ് നമ്മൾ ഡ്രെയിനേജ് പ്രോപ്പർ കൊടുക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് റിക്വയർമെന്റ്സ് ഓഫ് ഹൈവേ ഡ്രെയിനേജ് കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, അങ്ങനത്തെ കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ് ഈ ഒരു പോർഷനിൽ പഠിക്കുന്നത്. The surface water from the carriage way and shoulder should effectively be drained off without allowing it to percolate to subgrade. ഓക്കെ, അപ്പൊ സബ്ഗ്രേഡിലോട്ട് പെർക്കുലേറ്റ് ചെയ്യാത്ത രീതിയിൽ എഫക്റ്റീവ്ലി നമ്മൾ ഡ്രെയിൻ ചെയ്ത് മാറ്റണം. അതേപോലെ തന്നെ റോഡ് വേയിലോട്ട് വാട്ടർ എൻ്റർ ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യണം. അതേപോലെ സൈഡ് ഡ്രെയിൻ നമ്മൾ കൊടുക്കുള്ളൂ, രണ്ട് സൈഡിലും അല്ലെങ്കിൽ ഒരു സൈഡിലായിട്ടൊക്കെ ഡ്രെയിൻസ് കൊടുക്കും. അപ്പോൾ അതിന് സഫീഷ്യന്റ് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ലോങ്ങിറ്റ്യൂഡിനൽ സ്ലോപ്പ് ആവശ്യത്തിന് വേണം, എന്നാലേ വാട്ടർ നമുക്ക് കളക്ട് ചെയ്ത് അങ്ങ് ഫ്ലോ ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ ഈ വാട്ടർ ഇങ്ങനെ ആ സർഫസിൽ കൂടെ പോകുന്നതുകൊണ്ട് റോഡ് സർഫസിൽ ക്രാക്കോ, അതിനാണ് റട്ട് എന്ന് പറയുന്നത്, ക്രാക്സ് അല്ലെങ്കിൽ ഇറോഷൻസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, അതേപോലെ സീപ്പേജ്, അതേപോലെ ഗ്രൗണ്ട് വാട്ടർ ഫ്ലോ, ഇതെല്ലാം കാരണം ഡാമേജ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് സബ്ഗ്രേഡിൽ. അപ്പം അങ്ങനത്തെ വാട്ടറിനെ കളക്ട് ചെയ്യാൻ വേണ്ടി സബ് സർഫസ് ഡ്രെയിനേജ് സിസ്റ്റംസ് കൊടുക്കണം. സർഫസിൽ കൂടെ പോകുന്ന വാട്ടർ മാത്രമല്ല, ഗ്രൗണ്ട് വാട്ടറും നമ്മുടെ പേയ്മെന്റിനെ ബാധിക്കും. അപ്പൊ അതിനെ കളക്ട് ചെയ്യാൻ വേണ്ടി സബ് സർഫസ് ഡ്രെയിനേജ് സിസ്റ്റംസ് നമ്മൾ കൊടുക്കണം. അടുത്ത റിക്വയർമെന്റ് എന്താന്ന് വെച്ചാൽ, ഗ്രൗണ്ട് വാട്ടർ ടേബിൾ ഉണ്ടല്ലോ, അതിന്റെ ഹയസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ സബ്ഗ്രേഡിൽ നിന്ന് അറ്റ്ലീസ്റ്റ് 1.2 മീറ്റർ എങ്കിലും ബിലോ ആയിരിക്കണം. കാര്യം അതിൽ മേളിലോട്ട് വാട്ടർ ടേബിൾ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ സബ്ഗ്രേഡിനെ അത് ബാധിക്കും. ഓക്കെ, ഇനി വാട്ടർ ലോക്ഡ് ഏരിയാസ് ആണെങ്കിൽ നമ്മൾ അവിടെ സ്പെഷ്യൽ പ്രിക്വേഷൻസ് ഒക്കെ എടുത്തണം, വെള്ളം അങ്ങോട്ട് കയറി വരാതിരിക്കാൻ വേണ്ടി. അതേപോലെ തന്നെ സോൾട്ടിന്റെ പ്രസൻസ് ഒക്കെ ഉള്ള ഏരിയ ആണെങ്കിൽ, സൾഫേറ്റിന്റെ ഒക്കെ പ്രസൻസ് ഉള്ള ഏരിയ ആണെങ്കിൽ അത് നമ്മുടെ റോഡിന് അല്ലെങ്കിൽ പേയ്മെന്റിനെ ഡാമേജ് ഉണ്ടാക്കും. അപ്പൊ അതൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഫ്ലഡിങ് ഉണ്ടാകുന്ന ഏരിയ ആണെങ്കിൽ അതിനും സ്പെഷ്യൽ മെഷേഴ്സ് എടുത്തിരിക്കണം. ഓക്കെ, ഇതൊക്കെയാണ് റിക്വയർമെന്റ്സ്. ഇനി ഈ ഡ്രെയിനേജ് എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ നമുക്ക് മെയിൻ ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സർഫസ് ഡ്രെയിനേജും രണ്ടാമത്തത് സബ് സർഫസ് ഡ്രെയിനേജും. ഇനിയും സർഫസ് ഡ്രെയിനേജ് എന്താന്ന് നോക്കാം. During rain, part of the rain flows on the surface and part of it percolates through the soil mass as gravitational water until it reaches the groundwater below the water table. ഓക്കെ, അപ്പം റെയിൻ ഉണ്ടാകുമ്പോൾ കുറേയൊക്കെ വാട്ടർ എന്താവും, സർഫസിൽ കൂടെ ഫ്ലോ ചെയ്യും. കുറച്ച് ബാക്കി വാട്ടറോ താഴോട്ട് പെർക്കുലേറ്റ് ചെയ്ത് പോകും. ഓക്കെ, അപ്പം ഈ പറയുന്ന സർഫസിൽ കൂടെ പോകുന്ന വാട്ടറിന്റെ റിമൂവലിനെയും അതിന്റെ ഡൈവേർഷനെയും കൂടെ
നമ്മൾ റോഡ് സർഫസിൽ നിന്നും അതുപോലെ അഡ്ജോയിനിങ് ലാൻഡിൽ നിന്നും ഈ പറയുന്ന സർഫസ് വാട്ടറിനെ റിമൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സർഫസ് ഡ്രെയിനേജ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് പല രീതിയിൽ ഈ പറയുന്ന സർഫസ് ഡ്രെയിനേജ് ചെയ്യാം. ലോഞ്ചിറ്റ്യൂണൽ ആയിട്ടുള്ള സൈഡ് ഡ്രെയിൻസ് കൊടുക്കാം. അർബൻ ഏരിയാസിലൊക്കെ നമ്മൾ ക്യാഷ് ബേസിൻസ് അല്ലെങ്കിൽ ഇൻലെറ്റ്സ് കൊടുക്കാറുണ്ട്. ഡാം പ്രൂഫ് കോഴ്സ് വെച്ചിട്ടുള്ള പേയ്മെന്റ് ആണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം താഴോട്ട് ഇറങ്ങി പോകാതിരിക്കും. പ്രോപ്പർ ആയിട്ടുള്ള ക്യാമ്പർ കൊടുക്കാം. ക്യാമ്പർ എന്ന് പറഞ്ഞാൽ ക്രോസ് സ്ലോപ്പ്, റോഡിൽ ചെറിയ നമ്മൾ അപ്പുറത്തോട്ട് രണ്ട് സൈഡിലോട്ട് ഒരു ചെറിയ സ്ലോപ്പ് കൊടുക്കുമല്ലോ, അത് പ്രോപ്പർ ആയിട്ട് കൊടുക്കുക. സഫിഷ്യന്റ് സ്ലോപ്പ് സൈഡിലോട്ട് വരുമ്പോൾ അതിനുള്ള സ്ലോപ്പ് വേണം, വെള്ളം ഒന്ന് ഫ്ലോ ചെയ്ത് പോകാനുള്ള സ്ലോപ്പ് വേണം. അതേപോലെ തന്നെ ലെവൽ ഓഫ് ദി കാരേജ് വേ എന്ന് പറയുന്നത് ആ ഓരോ വെഹിക്കിൾ മൂവ് ചെയ്യുന്ന ആ ഒരു പോർഷൻ, അതിന്റെ ലെവൽ എന്ന് പറയുന്നത് ആ ഒരു ഏരിയയുടെ ഹൈ ഫ്ലഡ് ലെവൽ, അതാണ് HF എന്ന് പറയുന്നത്. ഹൈ ഫ്ലഡ് ലെവലിനേക്കാളും 60 സെന്റിമീറ്ററിലും എബോവ് ആയിട്ട് വേണം നമ്മൾ എന്ത് കൊടുക്കാൻ, ഈ പറയുന്ന പേയ്മെന്റ് അല്ലെങ്കിൽ കാരേജ് വേ കൺസ്ട്രക്ട് ചെയ്യാൻ. ഓക്കെ, അപ്പൊ സൈഡ് ഡ്രെയിൻസിനെ പറ്റി നോക്കാം. സൈഡ് ഡ്രെയിൻസ് ഫോർ റോഡ് ഇൻ എംബാക്ക്മെന്റിൽ വെക്കുന്ന റോഡാണെങ്കിൽ അവിടെ കൊടുക്കുന്ന സൈഡ് ഡ്രെയിൻസിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കിയേ, ഇതൊരു എംബാക്ക്മെന്റ് ആണെന്ന് വിചാരിക്കുക, അവിടെയാണ് നമ്മൾ പേയ്മെന്റ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പേയ്മെന്റിന്റെ രണ്ട് സൈഡിലും അപ്പുറം ഇപ്പുറമായിട്ട് ഷോൾഡേഴ്സ് ഉണ്ട്. അപ്പൊ ഇതാണ് ഷോൾഡർ, അത് കഴിഞ്ഞിട്ട് റോഡിന്റെ എഡ്ജ് ഇവിടെ വരുന്നു. ഓക്കെ, ഇവിടുന്ന് കുറച്ചുകൂടെ മാറിയിട്ടാണ് നമ്മൾ സൈഡ് ഡ്രെയിൻ കൊടുക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് നെസസറി ടു പ്രൊവൈഡ് സൈഡ് ഡ്രെയിൻ ഓൺ വൺ സൈഡ് ഓർ ബോത്ത് സൈഡ് വെൻ ദി പേയ്മെന്റ് ഇസ് കൺസ്ട്രക്റ്റഡ് ഓൺ എംബാക്ക്മെന്റ്. ഓക്കെ, അപ്പൊ സൈഡ് ഡ്രെയിൻ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് പേയ്മെന്റിന്റെ അല്ലെങ്കിൽ എംബാക്ക്മെന്റിന്റെ എഡ്ജിൽ നിന്ന്, ബോട്ടം എഡ്ജിൽ നിന്ന് 2 മീറ്റർ മാറിയിട്ട് വേണം കൊടുക്കുക. ഓക്കെ, പിന്നെ സൈഡ് ഡ്രെയിനിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് 1 to 1.5 മീറ്ററിലും വേണം ടു പ്രിവെന്റ് ദി എൻട്രി ഓഫ് ഡ്രെയിൻ വാട്ടർ ഇൻ ടു ദി എംബാക്ക്മെന്റിൽ നിന്ന് ഇങ്ങോട്ട് വെള്ളം കയറി അയക്കാൻ വേണ്ടി ഇതിന് സഫീഷ്യന്റ് ഡെപ്ത് വേണം. ഇതാണ് എംബാക്ക്മെന്റിന് മേളിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന സൈഡ് റോഡ്സിൽ പറഞ്ഞിരിക്കുന്ന സൈഡ് ഡ്രെയിൻസ്. ഓക്കെ, ഇനിയും സൈഡ് ഡ്രെയിൻസ് ഫോർ റോഡ് ഇൻ കട്ടിങ്സിലാണ് റോഡ് ഇരിക്കുന്നതെങ്കിൽ, എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ഒരു സർഫസ് ആണ്, ഈ സർഫസ് കട്ട് ചെയ്തിട്ട് ആണ് നമ്മുടെ റോഡ് പോകുന്നതെങ്കിൽ അവിടെ സൈഡ് ഡ്രെയിൻസ് അപ്പുറം ഇപ്പുറം നമ്മൾ കൊടുക്കും. അവിടെയും ഒരു സഫീഷ്യന്റ് ഡെപ്ത് വേണം, ഇങ്ങോട്ട് വെള്ളം കയറി പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഡെപ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ ഈ പറയുന്ന റോഡിൽ സൈഡ് ഡ്രെയിൻസ് രണ്ട് സൈഡിലും കൊടുക്കാൻ. ഓക്കെ, ഇനി ക്യാഷ് ബേസിൻസ് അല്ലെങ്കിൽ ഇൻലെറ്റ്സ് എന്ന് പറയുന്ന രണ്ട് ചേംബേഴ്സ് നമ്മൾ അർബൻ ഏരിയാസിലൊക്കെ കൊടുക്കും, അർബൻ ഏരിയയിലുള്ള റോഡിലൊക്കെ കൊടുക്കും. അതിനെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് നിങ്ങൾ നിങ്ങളുടെ അടുത്ത സെമ്മിലൊക്കെ എൻവയറമെന്റൽ എഞ്ചിനീയറിംഗിലൊക്കെ നിങ്ങൾ വേസ്റ്റ് വാട്ടർ കളക്ട് ചെയ്യുന്ന പല പല ഡിവൈസസ് പഠിക്കും, അതിലും നിങ്ങൾ ഈ ഒരു ക്യാഷ് ബേസിൻസ് പഠിക്കും. ഓക്കെ, അതിനെപ്പറ്റി പറഞ്ഞാൽ ഇത് സ്ട്രീറ്റ് ലെവലാന്ന് വെച്ചാൽ റോഡ് പോകുന്ന ലെവലാന്ന് വെച്ചോ, അതിന്റെ സൈഡിലായിട്ട് നമ്മൾ ചിലപ്പോൾ ഓട കാണും അല്ലെ, അതിനെയൊക്കെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഈ ക്യാഷ് ബേസിൻ എന്ന് പറയുന്നത്. അപ്പം എന്താണ്, ഈ റോഡിൽ കൂടെ വരുന്ന വാട്ടർ ഇതിന്റെ അകത്തൂടെ ഈ പറയുന്ന ക്യാച്ച് ബേസിനിലോട്ട്, ബേസിൻ എന്ന് പറയുന്നത് ഒരു ടാങ്ക്. ഓക്കെ, അപ്പൊ ക്യാച്ച് ചെയ്ത് നമ്മൾ അതിനെ വെള്ളത്തിന് നമ്മൾ ക്യാച്ച് ചെയ്തെടുക്കുവാണല്ലോ, അതിനാണ് ക്യാഷ് ബേസിൻ എന്ന് പേര് വന്നത്. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് വരുന്ന വാട്ടർ ആയിരിക്കും ഫ്ലോ ചെയ്ത് ഇതിനകത്തോട്ട് വരും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളൊരു ഗ്രേറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഗേറ്റ് എന്ന് പറഞ്ഞ സംഭവം കൊടുത്തിട്ടുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചാൽ ഇതിന് നമ്മളിങ്ങനെ പെർഫോറേറ്റർ ആയിരിക്കും, വെള്ളം ഇതിനകത്തോട്ട് കയറി പൊക്കോളും. വലിയ റബ്ബിഷ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അകത്തോട്ട് കയറി പോകത്തില്ല. ഇതിൽ കൂടെ പാസ് ചെയ്യുന്നതൊക്കെ ആണെങ്കിൽ താഴോട്ട് വീഴും. ഓക്കെ, എന്നിട്ട് ഇതിൽ വെള്ളം കളക്ട് ചെയ്ത് ഇപ്പം റബ്ബിഷ് മെറ്റീരിയൽസും കാണും. കുറെ ആവുമ്പോഴേക്കും ഈ ഒരു ക്യാഷ് ബേസിൽ നിന്ന് അടുത്തൊരു പൈപ്പ് കൊടുത്തിട്ടുണ്ട്, അത് സീവർ എന്ന് പറയുന്നത് ഈ സീവേജ് എന്ന് പറയുന്നത് ഓടയിൽ നിന്ന് വരുന്ന ആ വെള്ളത്തിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയുള്ള പൈപ്പിനെ നമ്മൾ സീവർ എന്നാണ് പറയുന്നത്. ആ സീവറിലോട്ട് കണക്ഷൻ ഉണ്ട്, പിന്നെ അത് അങ്ങനെ അങ്ങ് പൊക്കോളും, വാട്ടർ അങ്ങ് ഒഴുകി പൊക്കോളും. അടിഞ്ഞു കിടക്കുന്നതൊക്കെ താഴെ കിടപ്പുണ്ടായിരിക്കും. നമ്മൾ അത് പീരിയോഡിക്കലി ഈ പറയുന്ന ഗ്രേറ്റിങ്ങും പൊക്കിയിട്ട് ഇതെല്ലാം ക്ലീൻ ചെയ്യും. ഓക്കെ, അപ്പൊ സംഭവം ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതിനെപ്പറ്റി പറഞ്ഞാൽ ക്യാഷ് ബേസിൻ ഈസ് എ സ്ട്രക്ചർ ലൈക്ക് ചേംബർ കൺസ്ട്രക്റ്റഡ് സീവർ ലൈനിൽ ഇങ്ങനെ കണക്ട് ചെയ്യുന്നതായിരിക്കും. വാട്ടർ ഫ്രം പേയ്മെന്റ് സർഫസ് ഈസ് കളക്ടഡ് ഇൻ ക്യാഷ് ബേസിൻ ആൻഡ് ഡിസ്ചാർജ് ഇൻ ടു ദി സീവർ ലൈൻ. ഓക്കെ, ദ ക്യാഷ് ബേസിൻ ഈസ് പ്രൊവൈഡഡ് വിത്ത് ഗ്രേറ്റിംഗ് ടു പ്രിവെന്റ് ദി എൻട്രി ഓഫ് റബ്ബിഷ് ഇൻ ടു ദി ഡ്രെയിനേജ് സിസ്റ്റത്തിലോട്ട് എൻട്രി ആയിക്കാനുള്ള ഗ്രേറ്റിംഗ് ഒക്കെ മേളിൽ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ഇനി ഇതേപോലെ തന്നെ വേറൊരു എക്യുപ്മെന്റ് ആണ് അല്ലെങ്കിൽ ഒരു പ്രൊവിഷനാണ് ഇൻലെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇൻലെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോൺക്രീറ്റ് ബോക്സ് ആണ് വിത്ത് ഗ്രേറ്റിംഗ് ഐദർ അറ്റ് ദി ടോപ്പ് ഓർ അറ്റ് ദി സൈഡ്സ്. ഓക്കെ, ഇതും അതേപോലെ തന്നെ റോഡിന്റെ സർഫസിന് സൈഡിൽ നിന്ന് ചിലപ്പം നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ അർബൻ ഏരിയാസിലേക്ക് ഫോറിൻ സ്ഥലത്തൊക്കെ കണ്ടിട്ടുണ്ട്, സൈഡിൽ നിന്നൊരു ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്, വെള്ളം അകത്തോട്ട് കയറി പൊക്കോളും. അകത്തോട്ട് കയറി പോകുന്നത് ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിനുള്ളിലാണ്. ഓക്കെ, ഇപ്പൊ ഇതിന്റെ മേളിൽ കൂടെ ഫുട്പാത്ത് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ വെള്ളം ഇങ്ങനെ കയറി ഇതിൽ കളക്ട് ചെയ്യുന്നു. താഴെ ഒരു സീവർ ലൈൻ ഒരു പൈപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൽ ത്രൂ നമുക്ക് താഴെ നിന്ന് കളക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ സൈഡിൽ ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ടായിരിക്കും, ചിലപ്പം സൈഡിലായിരിക്കും ഓപ്പണിംഗ്, ചില സ്ഥലത്ത് മറ്റേ ക്യാഷ് ബേസിൻ പോലെ മേളിലായിരിക്കും ഓപ്പണിംഗ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതാണ് ഇൻലെറ്റ്സ് എന്ന് പറയുന്നത്. ഇനി സർഫസ് ഡ്രെയിനേജ് പോലെ തന്നെയുള്ള വേറൊരു ടൈപ്പാണ് ഷോൾഡർ ഡ്രെയിനേജ്. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി നോക്കാം.
ഓക്കെ, അപ്പൊ ഷോൾഡർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് കാരേജ് വേ എങ്കിൽ ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് 2 lane റോഡാണ് കാരേജ് വേ, വെഹിക്കിൾ പോകുന്ന ഈ പോർഷൻ. അതിനപ്പുറവും ഇപ്പുറവും ആയിട്ട് നമ്മൾ ഷോൾഡർ എന്ന് പറഞ്ഞ് പോർഷൻ കൊടുക്കും. ഇടയ്ക്കൊന്ന് വണ്ടി നിർത്തിയിടണം, ഇപ്പൊ കയറ്റി നിർത്തിയിടാൻ വേണ്ടിയൊക്കെയുള്ള പോർഷനാണ്. പേവ്ഡ് ഷോൾഡർ ഉണ്ട്, അൺപേവ്ഡ്. പേവ്ഡ് എന്ന് വെച്ചാൽ അവിടെ നമ്മൾ ടാറൊക്കെ ചെയ്തിട്ടുള്ളതായിരിക്കും. അൺപേവ്ഡ് എന്ന് പറയുമ്പോൾ അങ്ങനെ ടാറൊന്നും ഇല്ല, ചുമ്മാ കിടക്കുന്ന മണ്ണ് എർത്തൺ ആയിട്ടുള്ള ഷോൾഡേഴ്സ് ആയിരിക്കും. ഓക്കെ, for acute drainage, it is necessary to ensure that shoulder surface is properly sloped and free from irregularities and depressions. ഓക്കെ, അപ്പം നമ്മൾ ഷോൾഡർ സർഫസ് ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ പ്രോപ്പർ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ടെന്നും ഇറഗുലാരിറ്റീസ് ഡിപ്രഷൻ ഒന്നും ഇല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കണം. ഓക്കെ, ഇൻ ഇംപെർവിയസ് ടൈപ്പ് എന്ന് വെച്ചാൽ, ഇംപെർവിയസ് എന്ന് പറയുന്നത് വെള്ളം താഴോട്ട് ഇറങ്ങി പോകാത്ത ടൈപ്പ് ഓഫ് ഇംപെർവിയസ് ആയിട്ടുള്ള ടൈപ്പ് ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ റോഡിന്റെ സർഫസിന്റെ പല ലെയേഴ്സ് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കും. സബ്ഗ്രേഡ്, അതിന്റെ മേളിൽ നമ്മൾ സബ് ബേസ് കോഴ്സ് കൊടുക്കും, അതിന്റെ മേളിൽ നമ്മൾ ബേസ് കോഴ്സ് കൊടുക്കും, ലാസ്റ്റ് നമ്മൾ സർഫസ് കോഴ്സ് കൊടുക്കും. ഓക്കെ, അപ്പം ഈ പറയുന്ന സബ് ബേസ് കോഴ്സ് കുറച്ചും കൂടെ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യും, ഈ ഷോൾഡർ ഏരിയയിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ അതിനൊരു ഡ്രെയിനേജിന്റെ ഒരു എഫക്റ്റ് കിട്ടും. ഓക്കെ, താഴോട്ട് വെള്ളം ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടി. ഓക്കെ, ദ പേവ്ഡ് ഷോൾഡർ ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 0.5% സ്റ്റീപ്പർ ദാൻ ദി ക്യാമ്പർ സബ്ജക്റ്റഡ് ടു മിനിമം ഓഫ് 3%. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ക്യാമ്പർ എന്ന് പറയുന്നത് ഇവിടെയാണ് കൊടുക്കുന്നത്. ഈ ക്യാമ്പറിനേക്കാളും പേവ്ഡ് ഷോൾഡറിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് അതിനേക്കാളും ഒരു 0.5% കൂടുതൽ കൊടുക്കണം. അതാണ് നമ്മുടെ N% ആണെങ്കിൽ ഇതെന്ന് പറയുന്നത് N+0.5%ലും കൊടുക്കണം. മിനിമം നമ്മൾ ക്യാമ്പറിൽ കൊടുക്കുന്നത് 3% ഒക്കെ ആയിരിക്കും. ഓക്കെ, അതാണ് പേവ്ഡ് ഷോൾഡറിൽ 0.5% എക്സ്ട്രാ സ്റ്റീപ്പർ ആക്കണം. ഓക്കെ, ഇനി അൺപേവ്ഡ് ഷോൾഡർ ആണെങ്കിൽ നമ്മൾ ഇവിടെ കൊടുത്തതിനേക്കാളും ഒരു 0.5% കൂടെ, അതായത് ഫെർദർ 0.5% സ്റ്റീപ്പർ. അപ്പം ഇവിടെ കൊടുത്തതിനേക്കാളും 0.5 എന്ന് പറയുമ്പോൾ +0.5 ചെയ്യുമ്പോൾ +1% കൂടെ ക്യാമ്പറിനേക്കാളും കൊടുക്കണം. ഓക്കെ, ഇനിയും ഈ ഒരു ഹൊറിസോണ്ടൽ കേർവ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെ ഇന്നർ സൈഡ് ഓഫ് ദി കേർവിലുള്ള ഷോൾഡറിൽ നമ്മളൊരു സ്ലോപ്പ് സ്റ്റീപ്പർ ദാൻ ദി പേയ്മെന്റ് കൊടുക്കും. ഇനിയും ഔട്ടർ സൈഡിലുള്ള ഷോൾഡറിൽ നമ്മൾ എന്താണ് പേയ്മെന്റിൽ നിന്ന് അങ്ങോട്ട് വെള്ളം ഡ്രെയിൻ ചെയ്യുന്ന രീതിയിലായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഒരു ലോ റേറ്റ് ഓഫ് സൂപ്പർ എലിവേഷൻ ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇനി ഓൺ ദി അതർ ഹാൻഡ് ഹയർ റേറ്റ് ഓഫ് സൂപ്പർ എലിവേഷൻ ഉള്ള റോഡാണെങ്കിൽ നമ്മൾ അവിടെ ഔട്ട്സൈഡ് ഷോൾഡർ എന്ന് പറയുന്നത് എപ്പോഴും ലെവലായിട്ടായിരിക്കും കൊടുക്കാറ്. ഓക്കെ, അതാണ് ഷോൾഡർ ഡ്രെയിനേജിനെ പറ്റി പറയാനുള്ളത്. അടുത്തത് മീഡിയൻ ഡ്രെയിനേജ്. മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല, ഈ ഒരു പോർഷൻ ട്രാഫിക് സെപ്പറേറ്റർ എന്ന് പറഞ്ഞ സാധനം. ഇങ്ങനെയും ഒരു ലൈൻ പോകുന്നുണ്ട്, ഇവിടെ നിന്ന് ഒരു ലൈൻ പോകുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്കുള്ള പോർഷൻ. ഓക്കെ, അപ്പം അവിടുത്തെ ഡ്രെയിനേജിനെ പറ്റിയൊക്കെ പറഞ്ഞാൽ നാരോ മീഡിയൻസ് മേ ബി ഡ്രെയിൻ ടുവേഴ്സ് ദി പേയ്മെന്റ്. ഒക്കെ അധികം എന്താണ് വിട്ടില്ലാത്താണെങ്കിൽ അവിടെ നിന്നുള്ള വാട്ടറിനെ നമ്മൾ പേയ്മെന്റ് അങ്ങോട്ടായിരിക്കും വിടുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം 1.2 തൊട്ട് 1.8 മീറ്റർ വരെയൊക്കെയുള്ള വൈഡ് ആയിട്ടുള്ള മീഡിയൻ ആണെങ്കിൽ അവിടെ നമ്മൾ കേർബ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങോട്ട് ഈ ഒരു സ്ഥലത്തോട്ട് പേയ്മെന്റിലോട്ട് വെള്ളം ചെല്ലുന്ന രീതിയായിരിക്കും നമ്മൾ അതിനെ ഡിസൈൻ ചെയ്യുന്നത്. 1.8 തൊട്ട് 5 മീറ്റർ ഒക്കെ ആണെങ്കിലും നമ്മളൊരു ടർഫ്, യൂഷ്വലി ടർഫ്ഡ് ആൻഡ് ക്രൗണ്ട് സോ ദാറ്റ് സർഫസ് വാട്ടർ വുഡ് റൺ ടുവേഴ്സ് ദി പേയ്മെന്റ് മേ ബി വിത്ത് ഓർ വിത്തൗട്ട് കേർബ്സ്. എന്ന് വെച്ചാൽ ടർഫ്ഡ് എന്ന് വെച്ചാൽ ഫോഴ്സ് ചെയ്യുക എന്ന് വെച്ചാൽ അവിടെ ചെറിയൊരു സ്ലോപ്പ് കൊടുക്കും. അപ്പോൾ ആ സ്ലോപ്പ് കൊടുത്തിട്ട് ആ സ്ലോപ്പിൽ കൂടെ അത് പേയ്മെന്റ് അങ്ങോട്ട് വന്നോളും വാട്ടർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഇനിയും അതേപോലെ തന്നെ 5 മീറ്റർ മേളിലുള്ള മീഡിയൻസും അവൈലബിൾ ആണ്. ഓക്കെ, ഇഫ് കാരേജ് വേ സ്ലോപ്സ് ടുവേഴ്സ് ദി മീഡിയൻ. ഇനി ചിലപ്പം കാരേജ് വേയുടെ സ്ലോപ്പ് അല്ലെങ്കിൽ ഈ റോഡ് വണ്ടി പോകുന്ന ആ പോർഷനെ കാരേജ് വേ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ സ്ലോപ്പ് ചിലപ്പോൾ നമ്മൾ മീഡിയന്റെ അങ്ങോട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ സെൻട്രൽ ഡ്രെയിൻ കൊടുക്കേണ്ടി വരും. ഈ ഒരു മീഡിയന്റെ താഴെയായിട്ട് സെൻട്രലിൽ കൂടെ പോകുന്ന ഒരു ഡ്രെയിൻ കാണും, അങ്ങോട്ട് വെള്ളം കളക്ട് ചെയ്യുന്ന രീതിയായിരിക്കും. അപ്പോൾ അതിന്റെ സ്ലോപ്പ് നോട്ട് ബി സ്റ്റീപ്പർ ദാൻ 6 to 1. ഓക്കെ, ഇനി when the median has only earthen surface, it should not be crowned because it can result in soil particles being carried to the pavement surface, making it slippery. ഇനി ഈ പറയുന്ന മീഡിയൻ എന്ന് പറയുന്നത് എർത്തൻ സർഫസ് ആണ് എന്ന് വെച്ചാൽ ഫുൾ മണ്ണ് കിടക്കുന്നതാണെങ്കിൽ നമ്മളിവിടെ ക്രൗൺ ചെയ്യാറില്ല. കാര്യം ഈ വെള്ളത്തിനൂടെ ചിലപ്പോൾ അവിടെ നിന്നുള്ള മണ്ണും കൂടി ഈ റോഡിന്റെ സർഫസിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് മൊത്തത്തിൽ ഡേർട്ടി ആയിരിക്കും. അതേപോലെ തന്നെ ആ പേയ്മെന്റ് സർഫസിൽ ഈ മണ്ണെല്ലാം കിടന്ന് സ്ലിപ്പറി ആകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതാണ് മീഡിയൻ ഡ്രെയിനേജിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, ഇനി അടുത്തതാണ് സബ് സർഫസ് ഡ്രെയിനേജ്. എന്ന് വെച്ചാൽ സബ് ഗ്രേഡിന് താഴെയുള്ള ഗ്രൗണ്ട് വാട്ടറിനെ എങ്ങനെ നമുക്ക് ഡ്രെയിൻ ചെയ്ത് പോകാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് അതിനെ പ്രിവെന്റ് ചെയ്യാം നമ്മുടെ പേയ്മെന്റിന് അങ്ങോട്ട് വെള്ളം കയറി വരുന്നതിൽ നിന്ന്. അതാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. റിമൂവൽ ഓഫ് ഡൈവേർഷൻ ഓഫ് എക്സസ് സോയിൽ വാട്ടർ ഫ്രം സബ് ഗ്രേഡ് ഇസ് നോൺ ആസ് സബ് സർഫസ് ഡ്രെയിനേജ്. ഓക്കെ, ദ ചേഞ്ച് ഇൻ മോയ്സ്ചർ ഓഫ് സബ് ഗ്രേഡ് ആർ കോസ്ഡ് ബൈ ദി ഫോളോയിങ്. ഓക്കെ, അപ്പം ഈ മോയ്സ്ചർ കണ്ടന്റ് ഓഫ് ദി സബ് ഗ്രേഡ് ചേഞ്ച് ചെയ്യുന്നത് ഈ പറയാൻ പോകുന്ന ഫോളോയിങ്
രീതിയിലാണ്. ഓക്കെ, ഒന്ന് ഗ്രൗണ്ട് വാട്ടർ ടേബിളിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുമ്പോൾ, അതേപോലെ തന്നെ സീപ്പേജ് ഫ്ലോ ഉണ്ടാവുമ്പോൾ, റെയിൻ വാട്ടറിന്റെ പെർക്കുലേഷനിൽ നിന്ന് കാപ്പിലറി വാട്ടറിന്റെ മേലോട്ട് റൈസ് ചെയ്യുമ്പോൾ, ഇതൊക്കെ കാരണം സബ്ഗ്രേഡിൽ വെള്ളത്തിന്റെ പ്രസൻസ് ഉണ്ടാവും. ഓക്കെ, ഇൻ സബ് സർഫസ് ഡ്രെയിനേജ് ഇറ്റ് ഈസ് പ്രാക്ടീസ് ടു കീപ് ദി വേരിയേഷൻ ഓഫ് മോയ്സ്ചർ ഇൻ സബ്ഗ്രേഡ് ടു എ മിനിമം. ഓക്കെ, അപ്പം ആ സബ്ഗ്രേഡിന്റെ ആ ഒരു മോയ്സ്ചർ നമ്മൾ എപ്പോഴും മിനിമം ആക്കി വെക്കണം. ഓക്കെ, അപ്പം സബ് സർഫസ് ഡ്രെയിനേജ് എപ്പോഴൊക്കെ കൊടുക്കാം. ഓക്കെ, ഒന്ന് റോഡ് ഒരു കട്ടിങ്ങിലാണ് ഇരിക്കുന്നതെങ്കിൽ രണ്ട് സൈഡിൽ നിന്ന് വെള്ളം താഴോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ സർഫസിൽ നമ്മൾ സർഫസ് ഡ്രെയിനേജ് കൊടുക്കേണ്ടി വരും. പിന്നെ ഒരു ഹില്ലിന്റെ സൈഡ് ഏറ്റവും ഫൂട്ട് പോർഷനിലാണ് റോഡ് ഉള്ളെങ്കിൽ അവിടെ നിന്നെല്ലാം വെള്ളം ഇങ്ങനെ ഒഴുകി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ സബ് സർഫസ് ഡ്രെയിനേജ് കൊടുക്കണം. പ്ലെയിൻ ഏരിയ ആണെങ്കിൽ പോലും രണ്ട് സൈഡിൽ വെള്ളം അക്യുമുലേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെയും കൊടുക്കേണ്ടി വരും. ഇനി ചിലപ്പം കാപ്പിലറി ആക്ഷൻ വഴി താഴേന്ന് സബ് ഗ്രേഡിലോട്ട് വെള്ളം റൈസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ സർഫസിൽ കൊടുക്കണം. ഇനി ചില സ്ഥലത്ത് സബ്ഗ്രേഡ് സോയിൽ ഇസ് എഫക്റ്റഡ് ബൈ ദി ഡ്രെയിൻ പാസിംഗ് നിയർ ദി റോഡ്. ഓക്കെ, ചിലപ്പം സൈഡിൽ കൂടെ പോകുന്ന ഡ്രെയിനിന്റെ എഫക്റ്റ് കാരണം സബ്ഗ്രേഡിലോട്ട് വെള്ളം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ സബ് സർഫസ് ഡ്രെയിനേജ് പ്രൊവൈഡ് ചെയ്യണം. ഇനിയും അതെങ്ങനെ പ്രൊവൈഡ് ചെയ്യാം? ഒന്ന് ലോവറിംഗ് ഓഫ് വാട്ടർ ടേബിൾ, അടുത്തത് കൺട്രോളിംഗ് സീപ്പേജ് ഫ്ലോ, മൂന്നാമത്തത് കൺട്രോളിംഗ് കാപ്പിലറി റൈസ്. ഒന്ന് വാട്ടർ ടേബിൾ ഉണ്ടല്ലോ അവിടെ കൂടെ പോകുന്നത്, അത് ലോവർ ചെയ്യുക. രണ്ടാമത്തത് സീപ്പേജ് ഫ്ലോ എന്ന് വെച്ചാൽ സബ്ഗ്രേഡിന്റെ താഴെ കൂടെ ചിലപ്പം ഗ്രൗണ്ട് വാട്ടർ ഫ്ലോ ചെയ്യുന്നത് നമ്മൾ സീപ്പേജ് ഫ്ലോ എന്നാണ് പറയുന്നത്. അങ്ങനെ അതിനെ കൺട്രോൾ ചെയ്യുക. രണ്ടാമത്തത് താഴേന്ന് വെള്ളം റൈസ് ചെയ്ത് വരും കാപ്പിലറി ആക്ഷൻ വഴി, അതിനെയും കൺട്രോൾ ചെയ്യുക. ഓക്കെ, ഇനി അതിലെ ഫസ്റ്റ് വൺ ലോവറിംഗ് ഓഫ് വാട്ടർ ടേബിൾ എങ്ങനെ ചെയ്യാം നോക്കാം. ഹയസ്റ്റ് ലെവൽ ഓഫ് വാട്ടർ ടേബിൾ ഷുഡ് ബി ഫെയർലി ബിലോ ദി ലെവൽ ഓഫ് സബ്ഗ്രേഡ്. ഓക്കെ, അവിടുത്തെ സബ്ഗ്രേഡിൽ നിന്ന് ഒത്തിരി താന്നിട്ട് വേണം നമ്മൾ ആ ഒരു പോർഷനിലെ വാട്ടർ ടേബിളിന്റെ ഹയസ്റ്റ് ലെവൽ പറയാൻ. ഇൻ ഓർഡർ ദാറ്റ് ദി സബ്ഗ്രേഡ് ആൻഡ് പേയ്മെന്റ് ആർ നോട്ട് സബ്ജക്ട് ടു എക്സസീവ് മോയ്സ്ചർ. ഓക്കെ, ദ വാട്ടർ ടേബിൾ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 1 to 1.2 മീറ്റർ ബിലോ ദി സബ്ഗ്രേഡ് ആയിരിക്കണം. ഓക്കെ, ഇനി വാട്ടർ ടേബിൾ ഹൈ ആയിട്ടുള്ള സ്ഥലങ്ങൾ കാണും. വാട്ടർ ടേബിൾ ഹൈ ആയിട്ടുള്ളത് അവിടുത്തെ ബെസ്റ്റ് റെമഡി എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ സ്ഥലത്ത് നമ്മൾ എംബാക്ക്മെന്റിന്റെ മേളിൽ റോഡ് ഫോർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ചില സ്ഥലത്ത് കട്ടിങ്സിൽ റോഡ് കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ കേസിൽ വാട്ടർ ടേബിളിനെ ലോവർ ചെയ്തേ പറ്റൂ. ഓക്കെ, ഇനിയും അത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്താൽ അത് എങ്ങനെയാണെന്ന് നോക്കാം. ഇഫ് സോയിൽ ഈസ് റിലേറ്റീവ്ലി പെർമിയബിൾ എന്ന് വെച്ചാൽ ആ പറയുന്ന സ്ഥലത്തെ സോയിൽ റിലേറ്റീവ്ലി പെർമിയബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ വെള്ളം പെട്ടെന്ന് ഇറങ്ങി പോകുന്ന സോയിലാണെങ്കിൽ അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് മേ ബി പോസിബിൾ ടു ലോവർ വാട്ടർ ടേബിൾ, അതാണ് WT എന്ന് കൊടുത്തിരിക്കുന്നത്, വാട്ടർ ടേബിൾ ബൈ കൺസ്ട്രക്ടിങ് ലോങ്ങിറ്റ്യൂണൽ ഡ്രെയിനേജ് ട്രെഞ്ചസ് വിത്ത് ഡ്രെയിൻ പൈപ്പ് ആൻഡ് ഫിൽട്ടർ സാൻഡ്. അങ്ങനത്തെ സ്ഥലത്ത് നമ്മൾ വാട്ടർ ടേബിൾ ലോവർ ചെയ്യാൻ വേണ്ടി ലോങ്ങിറ്റ്യൂണൽ ആയിട്ടുള്ള താഴോട്ട് ആയിട്ടുള്ള ട്രെഞ്ചസ് കൺസ്ട്രക്ട് ചെയ്യും. അതിനകത്ത് ഡ്രെയിൻ പൈപ്പും പിന്നെ ഫിൽട്ടർ സാൻഡേ കൊടുത്തിട്ടുണ്ടായിരിക്കും. രണ്ട് സൈഡിലും അങ്ങനെ കൺസ്ട്രക്ട് ചെയ്യും. അതാണ് ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത്. ഇതാണ് പേയ്മെന്റിന്റെ സർഫസ്. ഇത് ഡോട്ടഡ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് അവിടുത്തെ ഒറിജിനൽ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ. നമുക്ക് കുറച്ചും കൂടെ റെഡ്യൂസ് ചെയ്യണം, അതാണ് ലോവേർഡ് വാട്ടർ ടേബിൾ. അങ്ങനെ ആക്കണമെങ്കിൽ നമ്മൾ രണ്ട് സൈഡിലും ലോങ്ങിറ്റ്യൂണൽ ഡ്രെയിൻസ് കൊടുക്കും. ഓക്കെ, എന്നിട്ട് ഇതിന്റെ ടോപ്പിലായിട്ട് ആ പറയുന്ന ലോഞ്ചിറ്റ്യൂണൽ ഡ്രെയിൻ ടോപ്പിലായിട്ട് ക്ലേ വെച്ചിട്ട് സീൽ ചെയ്യും. അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴേക്കും അവിടുത്തെ വാട്ടർ ടേബിൾ ഒത്തിരി താഴും. ഓക്കെ, അപ്പം ഡെപ്ത് ഓഫ് ദി ട്രെഞ്ചിൽ നിന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തുമാത്രം നമുക്ക് വാട്ടർ ടേബിൾ ലോവർ ചെയ്യണം, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഡ്രെയിനേജ് ട്രെഞ്ചസ്, അവിടുത്തെ ടൈപ്പ് ഓഫ് സോയിലിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. ഇനി സോയിൽ റിലേറ്റീവ്ലി പെർമിയബിൾ അല്ലെങ്കിൽ ലെസ് പെർമിയബിൾ ആണെങ്കിലുള്ള കേസാണെന്ന് വെച്ചാൽ ദ ലോവറിംഗ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ ടേബിൾ മേ നോട്ട് ബി അഡ്വക്കേറ്റ് എന്ന് വെച്ചാൽ അവിടെ ഈ പറയുന്ന ലോങ്ങിറ്റ്യൂണൽ ട്രെഞ്ച് മാത്രം കൊടുത്താൽ പോരായിരിക്കും. അവിടെ എന്താണ് അഡീഷണൽ ആയിട്ട് ഒരു ട്രാൻസ്വേഴ്സ് ഡ്രെയിൻ ഹാവ് ടു ബി ഇൻസ്റ്റാൾഡ് അറ്റ് സ്യൂട്ടബിൾ ഇന്റർവൽസ് ഇൻ എഫക്റ്റീവ്ലി ഡ്രെയിനിങ് ഓഫ് ദി വാട്ടർ. അവിടെ നമ്മൾ ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ള ഡ്രെയിൻസിന് കൊടുക്കേണ്ടി വരും, ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ നമ്മൾ കൊടുക്കേണ്ടി വരും. അതാണ് ഈ ഒരു ഫിഗറിൽ കാണിച്ച് ഇതിന്റെ ഒരു പ്ലാൻ വ്യൂ ആണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ പറയുന്ന ലോങ്ങിറ്റ്യൂണൽ ഡ്രെയിൻസ് രണ്ട് സൈഡിലും ഉണ്ടായിരിക്കും. അതിന്റെ കൂടെ പിന്നെ ട്രാൻസ്വേഴ്സ് ആയിട്ട് റോഡിന്റെ താഴെയായിട്ട് ഡ്രെയിൻസ് കൊടുക്കണം. എന്നാലേ അങ്ങനത്തെ സ്ഥലത്തൊക്കെ റിലേറ്റീവ്ലി ലെസ് പെർമിയബിൾ ആയിട്ടുള്ള സോയിലുള്ള സ്ഥലത്ത് വാട്ടർ ടേബിളിൽ നമുക്ക് ലോവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്തത് സീപ്പേജ് ഫ്ലോനെ കൺട്രോൾ ചെയ്യുക. ഓക്കെ, സീപ്പേജ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ചില സ്ഥലത്ത് ഇങ്ങനത്തെ ഗ്രൗണ്ട് സർഫസ് സ്ലോപ്പി ആയിട്ടുള്ള ഗ്രൗണ്ട് സർഫസ് ആണെങ്കിൽ അവിടുത്തെ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ ഒരു ചെറിയൊരു സീപ്പേജ് ഫ്ലോ കാണും. അപ്പൊ അതിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ റോഡിനോട് ഒത്തിരി ചേർന്നിട്ടായിരിക്കും. അപ്പൊ അതിനെ നമുക്ക് ലോവർ ചെയ്യേണ്ടി വരും. ഇത് ഡോട്ടഡ് ആയിട്ട് കാണിച്ചിരിക്കുന്നതാണ് അതിന്റെ ഒറിജിനൽ പോകുന്ന ഒരു റൂട്ട്. അത് കുറച്ചുകൂടെ ലോവർ ചെയ്യാനുള്ള കാര്യമാണ് പറയുന്നത്. ഇഫ് സീപ്പേജ് സോൺ ഇസ് അറ്റ് ഡെപ്ത് ലെസ് ദാൻ 0.6 to 0.9 മീറ്റർ ഫ്രം ദി സബ്ഗ്രേഡ് ലെവൽ, ലോങ്ങിറ്റ്യൂണൽ പൈപ്പ് ഡ്രെയിൻ ഇൻ trench filled with filter material and clay seal may be constructed to intercept the seepage flow. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ഈ ലോഞ്ചിറ്റ്യൂണൽ പൈപ്പ് കൊടുക്കും, എന്നിട്ട് ക്ലേ സീലൊക്കെ വെച്ചിട്ടുള്ളതായിരിക്കും. അത് അങ്ങനെ വെക്കുകയാണെങ്കിൽ എന്താണ് സീപ്പേജ് ഫ്ലോയിന്റെ ആ ഒരു ഫ്ലോനെ നമുക്ക് ഇന്റർസെപ്റ്റ് ചെയ്യാം, തടസ്സമാക്കി എന്ന് വെച്ചിട്ട് അതിനെ നമുക്ക് ഡൈവേർട്ട് ചെയ്ത് വിടാം. ഓക്കെ,
ഇതാണ് സീപ്പേജ് ഫ്ലോയിനെ കൺട്രോൾ ചെയ്യാനുള്ള മെത്തേഡ്. ഇനി കാപ്പിലറി റൈസ് ഉണ്ടല്ലേ, ഇനി അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇഫ് വാട്ടർ റീച്ചിങ് ദി സബ്ഗ്രേഡ് ഈസ് ഡ്യൂ ടു കാപ്പിലറി റൈസ്, അതിനെ നമുക്ക് സോൾവ് ചെയ്യണം. അതെങ്ങനെയാണ്? ആ കാപ്പിലറി റൈസിനെ നമ്മൾ അറസ്റ്റ് ചെയ്യണം, എന്ന് വെച്ചാൽ നിർത്തണം. അത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് ഗ്രാനുലാർ കാപ്പിലറി കട്ട് ഓഫും ഇംപെർമിയബിൾ കാപ്പിലറി കട്ട് ഓഫും ഉണ്ട്. ഇനി ഗ്രാനുലാർ കാപ്പിലറി കട്ട് ഓഫ് എങ്ങനെയാണെന്ന് വെച്ചാൽ, എ ലെയർ ഓഫ് ഗ്രാനുലാർ മെറ്റീരിയൽ ഓഫ് suitable thickness is provided during the construction of embankment. ഓക്കെ, അപ്പം എംബാക്ക്മെന്റിന് മേളിലാണ് റോഡ് ഇരിക്കുന്നതെങ്കിൽ ആ എംബാക്ക്മെന്റ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സബ്ഗ്രേഡിന്റെയും അവിടുത്തെ ഹയസ്റ്റ് വാട്ടർ ടേബിളിന്റെ ലെവലും ആണല്ലോ, അത് രണ്ടിന്റെ ഇടയ്ക്കായിട്ട് നമ്മൾ ഒരു ഗ്രാനുലാർ മെറ്റീരിയലിന്റെ ഒരു ലെയർ കൊടുക്കും. നല്ല തിക്നെസ്സിൽ കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ താഴെ നിന്ന് വെള്ളം റേസ് ചെയ്ത് വന്നാലും ഇത് ത്രൂ പാസ് ചെയ്ത് പോകാൻ പറ്റാത്ത രീതിയിലുള്ള തിക്നെസ്സിൽ നമുക്കൊരു ഗ്രാനുലാർ കാപ്പിലറി കട്ട് ഓഫ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. അപ്പം മേലോട്ട് വെള്ളം റേസ് ചെയ്ത് വരത്തില്ല. അതാണ് ഗ്രാനുലാർ കാപ്പിലറി കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇംപെർമിയബിൾ കാപ്പിലറി കട്ട് ഓഫ്. അതെന്താന്ന് വെച്ചാൽ, മറ്റിടത്ത് ഒരു ഗ്രാനുലാർ മെറ്റീരിയൽ ആയിരുന്നല്ലേ നടുക്ക് വെച്ചുകൊണ്ടിരുന്നത് സബ്ഗ്രേഡിന്റെയും ഹയസ്റ്റ് വാട്ടർ ടേബിളിന്റെ ഇടയ്ക്ക്. ഇതിവിടെ നമ്മളൊരു ഇംപെർമിയബിൾ മെംബ്രെയിൻ അല്ലെങ്കിൽ ഒരു ബിറ്റുമിനസ് ലെയർ ഇൻസേർട്ട് ചെയ്യും ഇത് രണ്ടിന്റെ ഇടയ്ക്കായിട്ട്. അപ്പം മേലോട്ട് വെള്ളം റേസ് ചെയ്ത് വരത്തില്ല. അതൊക്കെയായിരുന്നു സബ് സർഫസ് ഡ്രെയിനേജിനെ പറ്റി പറയാനുള്ളത്. ഇനിയും വാട്ടർ ലോക്ഡ് ഏരിയാസ് ഉണ്ടല്ലേ, അവിടെ നമുക്ക് റോഡ് കൺസ്ട്രക്ട് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ സ്ഥലത്തുള്ള എന്തൊക്കെ മെഷേഴ്സ് എടുക്കണം എന്നുള്ളതാണ് ഈ സ്ലൈഡിൽ പറഞ്ഞിരിക്കുന്നത്. വെൻ ദി സബ്ഗ്രേഡ് ഇസ് സബ്ജക്റ്റഡ് സോക്കിംഗ് കണ്ടീഷൻ ഡ്യൂ ടു ഹൈ സബ്സോയിൽ വാട്ടർ ആൻഡ് കാപ്പിലറി റൈസ്, ദ ഏരിയ ഇസ് കൺസിഡേർഡ് ആസ് വാട്ടർ ലോക്ഡ്. ഓക്കെ, അപ്പം ചില സ്ഥലത്തെ സബ്ഗ്രേഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ വെള്ളത്തിന് ഒരു പ്രസൻസ് കാണും. അത് ഒന്നുകിൽ സബ്സോയിലിൽ നിന്നുള്ള വെള്ളം കാരണമാകാം, അല്ലെങ്കിൽ കാപ്പിലറി റൈസും കാരണമാകാം. അങ്ങനത്തെ ഏരിയ നമ്മൾ വാട്ടർ ലോക്ഡ് ഏരിയാസ് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ എക്സ്ട്രീം കേസസിൽ അവിടെ ഫ്ലഡിങ്ങും ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അത് കൂടാതെ തന്നെ സോൾട്ടിന്റെ പ്രസൻസ്, സൾഫേറ്റിന്റെ പ്രസൻസ് കാണാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ സ്ഥലത്ത് നമ്മൾ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ മെയിൻ്റനൻസ് ഓഫ് റോഡ് എന്ന് പറയുന്നത് ഇച്ചിരി കാര്യമായിട്ട് സ്പെഷ്യൽ കൺസേൺ കൊടുക്കണം. ഓക്കെ, ഇനിയിപ്പം വാട്ടർ ലോഗിങ് മാത്രമുള്ള ഒരു പ്രശ്നമുള്ള സ്ഥലമാണെങ്കിൽ അവിടെ എടുക്കേണ്ട മെഷേഴ്സ് എന്ന് വെച്ചാൽ, ഒന്ന് റോഡിന്റെ ലെവല് എംബാക്ക്മെന്റിന് മേളിലാക്കിയിട്ട് ഇച്ചിരി റൈസ് ചെയ്ത് കൊടുക്കുക. കാപ്പിലറി കട്ട് ഓഫ്, നേരത്തെ പറഞ്ഞ പോലെ കാപ്പിലറി റൈസ് അറസ്റ്റ് ചെയ്യാനുള്ളത് അത് കൊടുക്കുക. പേയ്മെന്റിന്റെ തിക്നെസ് സഫീഷ്യന്റ് ആയിട്ട് കൊടുക്കുക. അവിടുത്തെ സബ് സർഫസ് വാട്ടറിനെ മാറ്റാൻ വേണ്ടി സബ് സർഫസ് ഡ്രെയിനേജ് കൊടുക്കുക. വെർട്ടിക്കൽ ആയിട്ടുള്ള സാൻഡ് ഡ്രെയിനും ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സാൻഡ് ബ്ലാങ്കറ്റ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഡ്രെയിനേജ് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് വാട്ടർ ലോഗിങ് ഏരിയ ആണെങ്കിൽ എടുക്കേണ്ട മെഷേഴ്സ്. ഇനിയും ഇത് കൂടാതെ അവിടെ ഒരു ഫ്ലഡിങ് ഉണ്ടാകുന്ന സ്ഥലമാണെങ്കിൽ ഇപ്പൊ പറഞ്ഞ മെഷേഴ്സ് എല്ലാം എടുക്കണം. പ്ലസ് അവിടെ നമ്മൾ സിമെന്റ് കോൺക്രീറ്റ് ബ്ലോക്ക് വെച്ചിട്ടുള്ള പേയ്മെന്റ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതേപോലെ തന്നെ അവിടെ സോൾട്ടിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ മെഷേഴ്സ് പ്ലസ് സുപ്പീരിയർ പേയ്മെന്റ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് യൂസ് ചെയ്യുക. സോൾട്ടിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ പോലും ബാധിക്കാത്ത രീതിയിലുള്ള സുപ്പീരിയർ മെറ്റീരിയൽ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന വാട്ടർ ലോക്ഡ് ഏരിയ പ്ലസ് സോൾട്ടിന്റെ പ്രസൻസ് ഉള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് ആ രണ്ട് പ്രശ്നങ്ങളും നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു മൊഡ്യൂളിൽ നിന്നൊരു അസൈൻമെന്റ് തരുവാണ്. ഫ്ലെക്സിബിൾ ആൻഡ് റിജിഡ് പേയ്മെന്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഫെയിലിയേഴ്സ് ഉണ്ടാവും. അപ്പോൾ അത് ടൈപ്സ് ഓഫ് ഫെയിലിയേഴ്സ് ഉണ്ട്. ഈ ഫ്ലെക്സിബിൾ പേയ്മെന്റിലും പല ടൈപ്സ് ഉണ്ട്, റിജിഡ് പേയ്മെന്റിലും പല ടൈപ്സ് ഉണ്ട്. ആ ഡിഫറെൻറ്റ് ടൈപ്സും അതിൻ്റെ കോസസും നിങ്ങൾ അസൈൻമെന്റ് ആയിട്ട് എഴുതി അപ്ലോഡ് ചെയ്യണേ. അത് അടുത്ത മാസം 3-ാം തീയതിക്കുള്ളിൽ അപ്ലോഡ് ചെയ്യുക. നിങ്ങളുടെ സീരീസ് എക്സാം എല്ലാം കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യുക. നിങ്ങൾ സെർച്ച് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഒരു നോട്ടും കൂടെ തരാം, നിങ്ങളത് നോക്കി എഴുതിയാലും മതി. ഓക്കെ, അതുപോലെ തന്നെ ഈ പോർഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ കുറേ ടൈപ്സേ ഉള്ളൂ, കുറേ പേയ്മെന്റിന്റെ ഫെയിലിയറിന് കുറേ ഡിഫറെൻറ്റ് ടൈപ്സ്. അതെന്താണ് ഓരോന്നും എന്താണെന്നുള്ളത് മാത്രം മതി. അപ്പോൾ അത് എല്ലാ എക്സാമിനും ഏതെങ്കിലും ഒന്നെങ്കിൽ റിജിഡ് പേയ്മെന്റ് ഫെയിലിയർ അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ പേയ്മെന്റിന്റെ ഫെയിലിയർ ടൈപ്പ് അതൊക്കെ എഴുതാൻ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് പഠിക്കുകയും വേണം. അസൈൻമെന്റ് ആണെന്ന് വെച്ചിട്ട് എഴുതി മാത്രം വെച്ചാൽ പോലെ ഇത് പഠിക്കണം. ഞാൻ അതിൻ്റെ നോട്ട് തരാം. ഓക്കെ, അത് നിങ്ങളപ്പം അസൈൻമെന്റ് ആയിട്ട് എഴുതിക്കോണം. ഇത് എക്സ്ട്രാ ഞാൻ പഠിപ്പിക്കത്തില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ലെക്ചർ നോട്ട്, ഇന്നത്തെ ക്ലാസ്സിൻ്റെ ലെക്ചർ നോട്ട് പോയിന്റ്സ് ആയിട്ട് എഴുതി അപ്ലോഡ് ചെയ്യുക. ഓക്കെ.